പരിശുദ്ധ കനിക മറിയത്തിന്റെ ജനന തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 8 നോമ്പിലൂടെയാണ് ആഗോള ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 8 നോമ്പ് അത് സമകാലിക സാഹചര്യത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിന്, ക്രൈസ്തവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ചരിത്രത്തിൽ മധ്യപൂർവേഷ്യയിലും പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലെയും ക്രൈസ്തവർ ഇസ്ലാമിക അധിനിവേശത്തിനെതിരെ നടത്തിയ ആത്മീയമായ ഒരു ചെറുത്തുനിൽപ്പിന്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് 8 നോമ്പ്. നമുക്കറിയാം, 8ാം നൂറ്റാണ്ടിൽ പ്രത്യേകിച്ച് ഇറാഖ് ആ ഒരു പ്രദേശത്തെ ഷൂറ നഗരത്തിലെ ക്രൈസ്തവ സ്ത്രീകൾ അവർക്കെതിരെ വരുന്ന ഇസ്ലാമിക അധിനിവേശത്തിനെതിരെ നടത്തിയ ഒരു ആത്മീയ പോരാട്ടമായിരുന്നു 8 നോമ്പ്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് പിന്നീട് 18ാം നൂറ്റാണ്ടിൽ ടിപ്പു സുൽത്താൻ എന്ന ആ ഒരു ഇസ്ലാമിക രാജാവ്, ഒരു ഇസ്ലാമിസ്റ്റ്, പെരിയാറിന്റെ തീരത്തേക്ക് അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിലേക്ക് നടത്തിയ ഒരു പടയോട്ടം, അതിൽ നിന്നും രക്ഷ നേടുവാനായി, ആ അധിനിവേശത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കുവാനായി മധ്യ തിരുവിതാംകൂറിലെ ക്രൈസ്തവ സ്ത്രീകൾ നടത്തിയ 8 നോമ്പ് ആചരണം. അതിനെ തുടർന്ന് പെരിയാറിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. പിന്നീട് ടിപ്പു ആ ഒരു അധിനിവേശ ശ്രമം ഉപേക്ഷിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടി എന്നാണ് ചരിത്രം പറയുന്നത്. ഈ ചരിത്രത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം എന്തുകൊണ്ടാണ് നാം ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്നത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ടിപ്പു സുൽത്താൻ നടത്തിയ ആ ഒരു ഇസ്ലാമിക അധിനിവേശം, അയാൾ നടത്തിയ ക്രൈസ്തവ സ്ത്രീകൾക്ക് നേരെ നടത്തിയ കൊടിയ പീഡനം, ഹൈന്ദവ കുടുംബങ്ങൾക്ക് നേരെ നടത്തിയ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. അതിൻ്റെ അലയൊലികൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ സമകാലിക സാഹചര്യത്തിൽ വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ അതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു മുൻകരുതൽ എടുക്കുവാൻ, ജാഗ്രത പുലർത്താൻ കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചരിത്ര താളുകളിലേക്ക് നാം തിരിഞ്ഞു നോക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇന്നത്തെ ഒരു നിലപാട്, ഈ ഒരു പ്രോഗ്രാം ചർച്ച ചെയ്യുന്നത് ഇതാണ്. പ്രത്യേകിച്ച് 8 നോമ്പിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ടിപ്പു സുൽത്താനെ പ്രത്യേകിച്ച് മൈസൂർ കടുവ അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്നൊക്കെ ഉള്ള രീതിയിലാണ് മുഖ്യധാര ചരിത്രത്തിന്റെ ഒരു വലിയൊരു ഭാഗം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. എന്നാൽ വസ്തുത എന്താണ്? ഒരു രാഷ്ട്രീയ അധിനിവേശമാണോ അയാൾ നടത്തിയത്, അതോ ഒരു മതപരമായിട്ടുള്ള ഒരു കൾച്ചറൽ അധിനിവേശം നടത്താനുള്ള ഒരു ശ്രമമാണോ, അല്ലെങ്കിൽ അത് തന്നെയാണോ ടിപ്പു സുൽത്താൻ നടത്തിയത്? ടിപ്പു സുൽത്താൻ നടത്തിയ ആ ഒരു പടയോട്ടം, പ്രത്യേകിച്ച് മംഗലാപുരത്ത് നിന്ന് ഈ മലബാർ മേഖലയിലേക്ക് പിന്നീട് തിരുവിതാംകൂറിലേക്കൊക്കെ നടത്തിയ ഒരു പടയോട്ടം, അതിലൂടെ സംഭവിച്ച പ്രത്യേകിച്ച് ക്രൈസ്തവർക്കെതിരെയും ഹൈന്ദവർക്കെതിരെയും അയാൾ നടത്തിയ ഒരു ക്രൂരമായിട്ടുള്ള അധിനിവേശം, പീഡനങ്ങൾ, അതിന്റെ പിന്നിലെ ഒരു യാഥാർത്ഥ്യം എന്തൊക്കെയാണ്? ഈ വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് നിലപാട് ഈ ഒരു പ്രോഗ്രാമിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോജി റോബിൻ. നമ്മൾ ഈ ഒരു 8 നോമ്പിന്റെ ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു ആത്മീയ പശ്ചാത്തലമുണ്ട്. പക്ഷെ ഞാൻ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ അതിന് സാമുദായികമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പിന്റെ ഒരു പശ്ചാത്തലം, ഒരു ചരിത്രം കൂടി ഈ ഒരു 8 നോമ്പിനുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ഈ ടിപ്പു സുൽത്താൻ എന്ന തീവ്ര ഇസ്ലാമികവാദി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ നമുക്ക് കൃത്യമായിട്ട് സൂചിപ്പിക്കാൻ സാധിക്കും. അയാൾ നടത്തിയ ഒരു അധിനിവേശ ശ്രമം, പ്രത്യേകിച്ച് ഈ മലബാർ മേഖലയിലേക്ക് ഒരു നടത്തിയ പടയോട്ടം, അവിടെ ആ അധിനിവേശ ശ്രമത്തിനിടയിൽ വഴിയിലുള്ള ഈ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെയും ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് നേരെയും ക്രൈസ്തവർക്കെതിരെയും ഹൈന്ദവർക്കെതിരെയും ഈ ടിപ്പു നടത്തിയ അതിക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ, അത് നമ്മൾ വെറുതെ പറയുന്നതല്ല, ചരിത്രത്തിൽ യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, അത്തരം ചരിത്രത്തിന്റെ ഒരു ഇരുണ്ട മുഖങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ മറച്ചു പിടിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ മുഖ്യധാര ചരിത്ര എഴുത്തുകാർ ഈ ചരിത്രത്തെ ഇന്നത്തെ തലമുറയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അത് വാസ്തവമാണ്. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചത് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടിയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിലാണ് ടിപ്പുവിനെ കുറിച്ചുള്ള നമ്മുടെ മുമ്പിലുള്ള ഒരു പിക്ചർ. ചെറുപ്പകാലത്ത് അങ്ങനെയാണ് പഠിച്ചത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടിയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു ടിപ്പു എന്നൊരു വസ്തു നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അയാൾ നടത്തിയത് ഒരു പൊളിറ്റിക്കൽ അധിനിവേശമാണോ? നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ നാട്ട് രാജാക്കന്മാർ നടത്തുന്ന ഒരു അധിനിവേശ ശ്രമങ്ങളൊക്കെ ഉണ്ട്. അവരുടെ രാജ്യം വിസ്തൃതമാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമുണ്ട്. അതാണോ, അതോ അതിൻ്റെ പിന്നിൽ ചില സാംസ്കാരിക
സാംസ്കാരികമായിട്ടുള്ള അധിനിവേശത്തിനുള്ള ഒരു ഗൂഢ ലക്ഷ്യമുണ്ടായിരുന്നോ, മതപരമായിട്ടുള്ള അധിനിവേശത്തിനുള്ള ഗൂഢ ലക്ഷ്യങ്ങൾ, ശ്രമങ്ങൾ ഉണ്ടായിരുന്നോ എന്നത് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനു മുമ്പ് വളരെ ബ്രീഫായിട്ട് ഈ പറയുന്ന മൈസൂർ കിങ്ഡവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം കൂടി നാം ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഈ 16-17 ആ ഒരു നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഈ മൈസൂർ കേന്ദ്രമാക്കി അവിടെ വളർന്ന് വലിയ രീതിയിലുള്ള ഒരു അധികാര കേന്ദ്രമായി മാറിയിരുന്ന വിജയനഗര എംപയർ അവർ ഒരു ശോഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. പിന്നീട് വോഡയാർ രാജാക്കന്മാർ അവിടേക്ക് വരുന്നു. ഈ വോഡയാർ രാജാക്കന്മാരുടെ ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു ഈ പറയുന്ന ഹൈദർ അലി എന്ന് പറഞ്ഞാൽ ഈ ടിപ്പു സുൽത്താന്റെ ഫാദറായി വരുന്ന ഹൈദർ അലി വളരെ തന്ത്രപരമായിട്ട് ഈ വോഡയാർ രാജാക്കന്മാരിൽ നിന്നും ഈ ആ സാമ്രാജ്യത്തിന്റെ ഒരു അധികാരം കൈക്കലാക്കുന്നു. നമുക്കറിയാം, ചരിത്രത്തിന്റെ ഒരു തനി ആവർത്തനം തന്നെ ഈ കാലഘട്ടത്തിലും നടക്കുന്നത്. നമുക്കറിയാം, ഇപ്പൊ ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നത്, പാകിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത്. ഈ പട്ടാള അട്ടിമറികളിലൂടെ ഇപ്പൊ മധ്യപൂർവേഷ്യയിലെ പല രാജ്യങ്ങളും നമുക്കറിയാം വ്യവസ്ഥാപിതമായി സ്ഥാപിക്കപ്പെട്ട ഒരു ഭരണ സംവിധാനത്തെ ഒരു തീവ്ര ഇസ്ലാമിക സ്വഭാവമുള്ള ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനമായിക്കോട്ടെ അവിടെ അട്ടിമറിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ നടമാടുന്ന ഒരു അരാജകത്വം, അതിൻ്റെ മറ്റൊരു വേർഷൻ തന്നെയായിരുന്നു ആ കാലഘട്ടത്തിൽ അവിടെ സംഭവിച്ചത്. പിന്നീട് നമുക്കറിയാം, ഈ മൈസൂരിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഈ മൈസൂർ അന്നത്തെ ബ്രിട്ടീഷ് എംപയറുമായി അത്ര ഒരു അടുപ്പത്തിലായിരുന്നില്ല. ബാക്കി ചുറ്റുവട്ടത്തുള്ള എല്ലാവരും തന്നെയും ഈ ബ്രിട്ടീഷുകാർക്ക് കപ്പം കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു സൗഹൃദപരമായിട്ടുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു ബ്രിട്ടീഷുകാരുടെ ഒരു കണ്ണിലെ കരടായിരുന്നു ഈ മൈസൂർ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഹൈദരലിയെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷുകാർക്കെതിരെ എതിരിടണമെങ്കിൽ ഈ വലിയ രീതിയിലുള്ള പടക്കോപ്പുകളും കാര്യങ്ങളൊക്കെ വേണ്ടിവരും. അതിന് അയാൾ ആശ്രയിച്ചത് ഈ ഫ്രഞ്ച് സേനയാണ് ആശ്രയിച്ചത്. അപ്പൊ ഈ ഫ്രഞ്ചുകാരുടെ അന്നത്തെ ഒരു തീരദേശം അല്ലെങ്കിൽ അവരുടെ ഒരു തുറമുഖമൊക്കെ വരുന്നത് മാഹിയും പോണ്ടിച്ചേരിയുമാണ്. അപ്പൊ ഈ മാഹിയിലേക്കും പോണ്ടിച്ചേരിക്കും അവിടുന്ന് എത്തണമെങ്കിൽ ഈ മംഗലാപുരം വഴി കൂർഗ് മംഗലാപുരം വഴി മലബാർ വഴി അവിടേക്ക് ഒരു അധിനിവേശ ശ്രമം നടത്തണം. അപ്പോൾ അവിടെ അവർ പ്രൊജക്റ്റ് ചെയ്തൊരു കാര്യമുണ്ട്, അതായത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യം. നമ്മൾ ഏത് ഇസ്ലാമിക അധിനിവേശ ശ്രമങ്ങളുടെ ഒരു ചരിത്രമെടുത്ത് പരിശോധിക്കുകയാണ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യമേ അവരൊരു രാഷ്ട്രീയ ലക്ഷ്യം പ്രൊജക്റ്റ് ചെയ്യുന്നു. പിന്നെ അത് നേടിയെടുക്കാൻ എന്ന വ്യാജേന അത് നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിലേക്ക് മതപരമായിട്ടുള്ള അജണ്ടകൾ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക അധിനിവേശത്തിനുള്ള അജണ്ടകൾ അവിടെ കൊണ്ടുവരാൻ അവർ ശ്രമിക്കും. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് മലബാറിലേക്ക് പടയോട്ടം നടത്തുന്നു. പിന്നീട് ഹൈദർ അലി മരിക്കുന്നു. ഈ പറയുന്ന ടിപ്പു സുൽത്താൻ അധികാരത്തിലേക്ക് വരുന്നു. നമ്മൾ 3 ആസ്പെക്ട് ഈ ഒരു ഘട്ടത്തിൽ ചിന്തിക്കാം. അതായത് പലപ്പോഴും പറയുന്നു ഈ ടിപ്പു സുൽത്താൻ ഒരു മത തീവ്രവാദിയാണ് എന്ന് പറയുന്നത് ഒരു സംഘപരിവാറിന്റെ ഒരു സൃഷ്ടിയാണ് എന്ന തരത്തിലേക്കോ കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ടിപ്പു സുൽത്താൻ ആ ഒരു കാലഘട്ടത്തിൽ ടിപ്പു സുൽത്താന്റെ തന്നെ ഈ പട്ടാള ഉദ്യോഗസ്ഥർക്ക് എഴുതിയ ചില എഴുത്തുകളുണ്ട്. അത് ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. ഒപ്പം തന്നെ ഈ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ, ഫ്രഞ്ച് ചരിത്രകാരന്മാർ, ഒപ്പം ഈ പറയുന്ന ഈ നമ്മുടെ കേരളത്തിലെ ചരിത്രകാരന്മാർ എഴുതിയ കാര്യങ്ങൾ, ചരിത്രത്തിലെ രേഖകൾ ഉദ്ധരിച്ച് നമുക്ക് സംസാരിക്കാം അല്ലെ. നമുക്ക് 1-2 എഴുത്തുകൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അതായത് 1790 ജനുവരി 18 സെയ്ദ് അബ്ദുൾ ദുലായ്ക്ക് എഴുതിയ ഒരു കത്തുണ്ട് ഈ പറയുന്ന ടിപ്പു സുൽത്താൻ. അത് KM പണിക്കരുടെ ഭാഷാ ഭോഷണിയിൽ വന്നിട്ടുള്ളതാണ്. അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്: പ്രവാചകന്റെയും അള്ളായുടെ അനുഗ്രഹത്താൽ കോഴിക്കോട്ടുള്ള ഏതാണ്ട് മുഴുവൻ ഹിന്ദുക്കളെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിഞ്ഞു. കൊച്ചി രാജ്യത്തിന്റെ അതിരുകളിലുള്ള ഏതാനും എണ്ണം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അവരെ കൂടി ഉടൻ മതം മാറ്റുമെന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. ഈ ലക്ഷ്യം നേടാൻ ഇതിനെ ഒരു ജിഹാദായി തന്നെ ഞാൻ കരുതുന്നു. നമുക്കറിയാം, ജിഹാദ് എന്ന വാക്ക് ഇന്നും ഇന്നലെയും ആവിർഭവിച്ചതല്ല. ടിപ്പുവിന്റെ കാലം മുതൽ തന്നെ അവിടെ തീർച്ചയായിട്ടും ജിഹാദ് എന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നീട് കോഴിക്കോട് സൈന്യാധിപൻ അയച്ച കത്തിൽ ഇങ്ങനെ പറയുന്നത്: ഇവിടെ നിന്നും 2 അനുചരന്മാരോട് കൂടി മീർ ഹുസൈൻ അലി അയച്ചിരിക്കും. ദൈവത്തിന്റെ കൃപ കൊണ്ട് അയാൾ താമസിയാതെ അവിടെ വന്നു ചേരും. അയാളോട് കൂടി ചേർന്ന് നിങ്ങൾ അവിശ്വാസികൾ എല്ലാവരെയും തടവുകാരാക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യണം. 9 വയസ്സിന് താഴെയുള്ള സകല പുരുഷന്മാരെയും തടവിൽ പറപ്പിക്കണം. ശേഷമുള്ള ആളുകൾ 5000-ൽ കുറയാതെ ആളുകളെ മരക്കൊമ്പിൽ കെട്ടിത്തൂക്കുകയും വേണമെന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു എന്നൊരു ലെറ്റർ വരുന്നു. ഇതുപോലെ തന്നെ ചരിത്രത്തിൽ നിരവധി രേഖകൾ, ഞാൻ സമയപരിമിതി മൂലം അത് പറയുന്നില്ല. ഈ എളംകുളം കുഞ്ഞൻപിള്ള മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയൊരു കാര്യമുണ്ട്. അന്ന് കോഴിക്കോട് ബ്രാഹ്മണരുടെ കേന്ദ്രമായിരുന്നു. കോഴിക്കോട് മാത്രം 7000-ഓളം നമ്പൂതിരി കുടുംബങ്ങൾ ഉള്ളതിൽ 2000-ഓളം ടിപ്പുവും സൈന്യവും നശിപ്പിച്ചു. സുൽത്താൻ കുട്ടികളെയും സ്ത്രീകളെ പോലും വെറുതെ വിട്ടില്ല. അടുത്തുള്ള നാട്ടുരാജ്യങ്ങളിലേക്കോ കാടുകളിലേക്കോ അവർ ഓടി രക്ഷപ്പെട്ടു. അപ്പോൾ തന്നെ ഈ ഫാദർ ബെർത്തലൂമിയ എന്ന് പറയുന്ന ഒരു വൈദികനുണ്ട്. അദ്ദേഹം 1790 ഈ വരാപ്പുഴ ഭാഗത്തുണ്ടായിരുന്നു. വോയിസ് ടു ഈസ്റ്റ് ഇന്ത്യസ് എന്ന് പറയുന്ന ആ ഒരു ലേഖനത്തിൽ, ബുക്കിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. വളരെ ക്രൂരമായിട്ട് ഈ ക്രൈസ്തവരെയും ഹൈന്ദവരെയും ഈ ടിപ്പു സുൽത്താൻ കൊന്നടക്കിയ കാര്യം. അതായത് ഈ ക്രൈസ്തവരായിട്ടുള്ള ഹൈന്ദവരായിട്ടുള്ള മാതാപിതാക്കളെ കഴുമരത്തിലേറ്റുന്നു, അവരുടെ കഴുത്തിൽ അവരുടെ കുഞ്ഞുങ്ങളെ കെട്ടിത്തൂക്കുന്നു. ഈ ആനയുടെ ഒക്കെ കാലുകളിൽ ഈ ഹൈന്ദവരുടെയും ഈ ക്രൈസ്തവരുടെയും ശരീരഭാഗങ്ങൾ ഘടിപ്പിച്ച് ആനയെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നു. അപ്പോൾ ആ ശരീരം പിച്ച് ചീന്തപ്പെടുന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നു. അപ്പം തന്നെ ഈ ടിപ്പു സുൽത്താനെ വളരെയധികം ഈ സഹായിച്ച ഒരു ഫ്രഞ്ച് സൈനികനുണ്ട്, ഫ്രാങ്കോയിസ് റേപ്പോർഡ് എന്ന് പറഞ്ഞ ഫ്രഞ്ച് സൈനികനുണ്ട്. അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പിലും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ടിപ്പു സുൽത്താൻ ചെയ്ത ക്രൂരതകൾ. ഓക്കെ, ഇനി ഒത്തിരി പറയാനുണ്ട്, പക്ഷേ സമയപരിമിതി മൂലം അത്ര ചരിത്ര രേഖകളിലേക്ക് പോകുന്നില്ല. അത് പ്രേക്ഷകരുടെ ഒരു ശ്രദ്ധയിലേക്ക് വിടുന്നു. നമുക്ക്
നമുക്ക് ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ് ജോജി. ഇത്രത്തോളം ഒരു ക്രൂരതകൾ കാട്ടിക്കൂട്ടി അത് നമ്മൾ വെറുതെ ഒരു സംഘപരിവാർ അജണ്ട എന്ന് പറഞ്ഞ് നമുക്ക് അതിനെ തള്ളിക്കളയാൻ സാധിക്കില്ല. അത് ചരിത്രത്തിലെ വിവിധ ഒരാൾ പറഞ്ഞെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വാദഗതിക്ക് വാദം അംഗീകരിക്കാം. പക്ഷേ ഇത് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ, ബ്രിട്ടീഷുകാർക്ക് ടിപ്പു സുൽത്താനുള്ള ദേഷ്യം മൂലമാണ് അങ്ങനെ എഴുതിയെന്ന് വെച്ചാൽ തന്നെയും ഈ പറയുന്ന കേരളത്തിലെ ചരിത്രകാരന്മാർ ഈ 1923 ഭാഷാഭൂഷണിന്റെ ലക്കത്തിലൊക്കെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പ്രഗത്ഭരായിട്ടുള്ള അക്കാഡമീഷ്യന് പല ലേഖനത്തിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ യൂറോപ്യൻ സഞ്ചാരികളുടെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ടിപ്പു സുൽത്താനെ സഹായിച്ച ഈ ടിപ്പു സുൽത്താൻ സഖ്യത്തിലായിരുന്ന ഈ ഫ്രഞ്ചുകാരുടെ ചില ലേഖനങ്ങൾ ഇത് പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം ഒരു ക്രൂരത കാട്ടിയ, അതായത് ഒരു രാഷ്ട്രീയ അധിനിവേശത്തിന്റെ മറവിൽ ഇതര മതസ്ഥരെ കൊന്നൊടുക്കിയ ഈ ഒരു വ്യക്തിയെ എന്തുകൊണ്ടാണ് ഈ മുഖ്യധാര ചരിത്രത്തിന്റെ ചില ഏടുകൾ ഒരു സെക്കുലർ ഫേസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരു വ്യക്തിത്വമായിട്ട് ഉയർത്തി കാണിക്കുന്നത്? ജോർജി, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. എപ്പോഴും ഈ ചരിത്രം ഈ കാലഘട്ടങ്ങളിൽ വളരെയേറെ മാറ്റപ്പെടുന്നു. പലപ്പോഴും ചരിത്രത്തിൽ നമ്മൾ കാണുന്നത് ഈ ചരിത്രം എഴുതുന്ന ആൾക്കാർക്ക് അവർ ഏത് ഭാഗമാണോ, അല്ലെങ്കിൽ അവരുടെ ഒരു ആശയം എന്താണോ, അല്ലെങ്കിൽ അവരെ ആര് സ്വാധീനിക്കുന്നുവോ അവരുടെ ആ ഒരു താല്പര്യപ്രകാരം ചരിത്രം കംപ്ലീറ്റ് വളച്ചൊടിക്കപ്പെടുന്നു, അല്ലെങ്കിൽ എന്നാ പറയുക, തികച്ചും ഒരു വൺ സൈഡായിട്ട് മാറുന്നു. ഈ ടിപ്പു സുൽത്താൻ്റെ കാര്യത്തിൽ ഇവിടെ സംഭവിച്ചത് അത് തന്നെയാണ്. നമുക്കിതിൻ്റെ ചരിത്രം ഇവിടെ ജോർജ് പറഞ്ഞു. ഒരല്പം നമ്മളതിനെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഈ ടിപ്പു സുൽത്താൻ്റെ പിതാവെന്ന് പറഞ്ഞ ഹൈദരലി ഡിണ്ടിഗൽ എന്ന് പറയുന്ന ഒരു ചെറിയ നാട്ടുരാജ്യത്തിൻ്റെ അവിടുത്തെ ഒരു രാജാവായിട്ട്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഭരണാധികാരിയായിരുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് അവിടെ വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഇതായിരുന്നു, ഒരു നല്ലൊരു ആർമിയെ സെറ്റപ്പ് ചെയ്യാൻ അദ്ദേഹം വളരെ ശ്രദ്ധാലുവായിരുന്നു. അതിന് അദ്ദേഹം ഫ്രഞ്ചുകാരുടെ സഹായം തേടുന്നു. അത് മാത്രമല്ല, അദ്ദേഹം മൈസൂരിലേക്ക് കടന്നു വന്ന മൈസൂർ രാജാവിൻ്റെ വളരെ വിശ്വസ്തനായി മാറുന്നു. ഈ ഒഡിയ രാജവംശത്തിൻ്റെ വളരെ വിശ്വസ്തനായി മാറുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവിടുന്ന് തൻ്റെ വ്യത്യസ്തമായ കഴിവുകൾ മൂലം, വലിയ വിദ്യാഭ്യാസമോ അറിവോ ഒന്നുമില്ലെങ്കിലും ആ ഒരു കഴിവുകൾ മൂലം അതിൻ്റെ ഭരണം പിടിച്ചെടുക്കുന്നു. അതിനുശേഷം പിന്നെ സംഭവിച്ചത്, അദ്ദേഹം ആ കാലത്ത് തന്നെ ഡൽഹിയിലെ മുഗൾ രാജവംശത്തോടും ഒപ്പം തന്നെ തുർക്കിയിലെ ഖലീഫയോടും തനിക്കൊരു സുൽത്താനായിട്ട് അംഗീകാരം വേണം, ആ രീതിയിലുള്ളൊരു അവകാശം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. അതാണ് മനസ്സിലാക്കാൻ ഇവിടെ വെച്ച് ഈ തുർക്കിയിലെ ഖലീഫയോട് ഇദ്ദേഹം ഈ രീതിയിലുള്ള ഒരു അംഗീകാരപത്രം അവകാശപ്പെടുമ്പോൾ ഇദ്ദേഹത്തിന് മനോഭാവം മനസ്സിലാക്കണം. കാരണം വെച്ചാൽ കാലിഫേറ്റ്, ഒരു മുസ്ലിം സാമ്രാജ്യം എന്ന് പറയുന്നത് എല്ലാ മുസ്ലിം ആ ഒരു തീവ്ര സ്വഭാവമുള്ളവരുടെ ഒരു സ്വപ്നമാണ്. അപ്പോൾ ഈ ഖലീഫ എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു കൺസേൺ മാറി. അപ്പോൾ ഈ ഖലീഫയോട് താനൊരു സുൽത്താനാണ്, തൻ്റെ ഒരു അധികാരപരിധിയെ അവിടുന്ന് അംഗീകരിക്കണം, സഹായം വേണമെന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആംഗിൾ അന്നേ മുതൽ അദ്ദേഹത്തിൻ്റെ ആംഗിൾ മനസ്സിലാക്കണം. അതിനുശേഷം അവർ പല രീതിയിൽ മലബാർ പിടിച്ചടക്കി. ഇനി ഞാൻ മലബാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ സാമൂതിരി രാജാവ് കോഴിക്കോട് പ്രബലന രാജാവായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം പിടിച്ചടക്കി അവിടെയുള്ള ശരിക്കുള്ളൂ ബ്രാഹ്മണര്, നായന്മാര് ഇവരെല്ലാം കൊന്നൊടുക്കി. ഇനി അവിടെ സ്ട്രാറ്റജി വളരെ സെയിം സ്ട്രാറ്റജി എല്ലായിടത്തും. അവിടെ തന്നെ സമയം പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ അവിടെ സ്ട്രാറ്റജിയാണ് പുരുഷന്മാരെ കൊന്നുകളയുക, പിന്നെ അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത സ്ത്രീകളെയും കൊന്നുകളയുക. ഇനി കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ത്രീകളെ അവരുടെ ഭാര്യമാരായി സ്വീകരിക്കുന്നു, അവരെ പല രീതിയിൽ സ്വീകരിക്കുന്നു. ശേഷം കുട്ടികളെ സ്വീകരിക്കുന്നു, അവരെ നിർബന്ധിച്ച് അവരെ മതം മാറ്റുന്നു. ഈ രീതിയിലുള്ള എന്താ പറയുക, കംപ്ലീറ്റ് ഒരു എലിമിനേഷൻ ഓഫ് അതർ ഫെയ്ത്ത് എന്നുള്ള അവസ്ഥയിലാണ് പോയത്. ഇത് നമ്മൾ ഇവിടെ മാത്രമല്ല കാണുന്നത്. നമ്മൾ ചരിത്രത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ അർമേനിയയിലാണെങ്കിലും ഈജിപ്തിലാണെങ്കിലും സിറിയയിലാണെങ്കിലും ഇറാഖിൽ എല്ലായിടത്തും ഇവിടെ സ്ട്രാറ്റജി വളരെ വളരെ കൃത്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ടിപ്പുവിൻ്റെ പടയോട്ടത്തെക്കുറിച്ച് ഞാൻ ഒരു ഇതിനോട് പറയുകയാണെങ്കിൽ, ശരിക്കും നമ്മൾ കേട്ടിട്ടുണ്ട് സുവിശേഷത്തിൽ ഏഷ്യ മേഖല എന്നുള്ള സ്ഥലം. ഏഷ്യ മേഖല എന്ന് പറഞ്ഞാൽ അത് പല സ്ഥലങ്ങളാണ്. ശരിക്കും ഗലാത്തിയുണ്ട്, അതിൽ പാംഫീലിയയുണ്ട്, അതിൽ കപ്പദൂക്കിയുണ്ട്. ഇങ്ങനെ സെന്റ് പോൾ പ്രസംഗിച്ചു പോയ സ്ഥലങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ വെളിപാടിൻ്റെ പുസ്തകത്തിൽ ഏഷ്യ മീഡർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതിൽ ക്രൈസ്തവ സമുദായം വിശ്വാസം തഴച്ചു വളർന്ന ആ സ്ഥലത്ത് ഇന്നൊരൊറ്റ ക്രൈസ്തവനെ പോലും കാണാനില്ല. തുർക്കിയിലാണ് സ്ഥലങ്ങളെല്ലാം വരുന്നത്. ഇന്ന് അവിടെ കംപ്ലീറ്റ് അവരെല്ലാവരും മറ്റു വിശ്വാസത്തേക്ക് മാറ്റപ്പെട്ടു. മറ്റു വിശ്വാസം എന്നാൽ അവരെല്ലാം മുസ്ലിങ്ങളായി മാറി. അപ്പോൾ ഞാൻ പറഞ്ഞ അതേ രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി ഇവിടെയും ഉണ്ടായിരുന്നു. ഞാൻ പറയും, ഈ മലബാറിൽ അവർ ഏകദേശം കുറേ വിജയിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ ഈ ടിപ്പു ആ ഒരു പടയോട്ടം നടത്തിയ കുറച്ച് പ്രദേശത്തെക്കുറിച്ച് ഞാൻ പറയാം. അത് ഓമശ്ശേരി ആയിക്കോട്ടെ, അത് മുക്കം ആയിക്കോട്ടെ, തിരുവമ്പാടി ആയിക്കോട്ടെ, ആ ഒരു ഏരിയയിലൊക്കെ ആ വയനാട് ചുരങ്ങൾ ആ ഭാഗത്തേക്കുള്ള സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ആ ഒരു ഡെമോഗ്രഫി നോക്കുകയാണെങ്കിൽ നമുക്ക് കാര്യമായ ഒരു മാറ്റം കാണാൻ സാധിക്കും. ഇതേ രീതിയിലുള്ള ഒരു പടയോട്ടമാണ് തിരുവിതാംകൂറിലേക്കും ടിപ്പു റിലേഷൻ വെച്ചത്. പക്ഷെ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്യത്ഭുതകരമായ പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടൽ. അല്ലെങ്കിൽ 8 നോയമ്പിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇതൊരു സ്ത്രീജനങ്ങളുടെ പ്രാർത്ഥനയാണെന്ന് പറയുന്നത്. അവരുടെ വിശ്വാസത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി, തങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. അപ്പോൾ നമ്മുടെ ഒരു 8 നോയമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്പോൾ കേരളത്തിലേക്ക് ഒന്ന് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട വളരെ ആവശ്യതയുണ്ട്. അന്നത്തെ ഒരു സാഹചര്യം വേറെയായിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ അവിടെ സ്ട്രാറ്റജി വേറെയായിരുന്നു. പക്ഷെ ഇപ്പോഴും ഒരു സ്ട്രാറ്റജി ഉണ്ട്.
ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ചരിത്രത്തിലെ ഈ കൂട്ടരെ പലപ്പോഴും ഈ ജാതീയ ഉച്ചനീചത്വങ്ങൾക്ക്, സാമൂഹ്യ തിന്മകൾക്കെതിരെ സ്വരമുയർത്തിയ വ്യക്തിത്വങ്ങൾ എന്ന രീതിയിലാണ് ചൂണ്ടിക്കാണിക്കുന്നത് പലരും. ഞാനൊരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു വിഭാഗത്തിൻ്റെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു ആചാരം അല്ലെങ്കിൽ സാമൂഹ്യ തിന്മ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. സ്ത്രീകൾ ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരെ അവർക്ക് സ്വീകരിക്കാം എന്ന രീതിയിലുള്ള ഒരു സാമൂഹ്യ തിന്മ. അപ്പോൾ അതിനെതിരെ ഈ ഹൈദരലി പോലുള്ള വ്യക്തി, ഹൈദരലി അതിനെതിരെ ശബ്ദമുയർത്തുന്നു. പക്ഷേ അതിനകത്ത് ഒരു കൗതുകരമായിട്ടുള്ളൊരു കാര്യം, ആ ഒരു തിന്മ തുടർന്നു കഴിഞ്ഞാൽ ആ പറയുന്ന വ്യക്തിക്ക് ഇയാൾ കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് കൺവേർട്ട് ടു ഇസ്ലാം. അതായത് ഹി വിൽ ബി ഓണേഡ് വിത്ത് ഇസ്ലാം എന്നുള്ള രീതിയിലുള്ളൊരു വാക്കാണ് അവർ യൂസ് ചെയ്യുന്നത്. ഒപ്പം തന്നെ നമുക്ക് ഈ ടിപ്പു സുൽത്താൻ്റെ ഒക്കെ ആണെങ്കിലും ഈ കോയിൻസിലായിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ഈ വാളിലൊക്കെ ആയിക്കോട്ടെ, കൃത്യമായിട്ടും ഈ മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവരെ കാഫറുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മതവിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും കാണുവാൻ സാധിക്കും. അപ്പോൾ റോബിൻ, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ടിപ്പുവിൻ്റെ ഒരു പടയോട്ടം, അത് ഏകദേശം നമ്മൾ അതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 50 വർഷം മാത്രമാണ് ഈ ഹൈദരലിയും ടിപ്പുവും കൂടി അവിടെ പ്രശ്നം ഉണ്ടാക്കിയുള്ളൂ. പക്ഷേ ഈ ഒരു 50 വർഷം എന്ന് പറയുന്നത് മലബാർ മേഖലയുടെ ഒരു ചരിത്രം തന്നെ ഇല്ലാതാക്കിയ, അല്ലെങ്കിൽ ചരിത്രത്തെ തന്നെ കീഴ്മേൽ മറിച്ച ഒരു കാലഘട്ടമായിരുന്നില്ല ഈ ഒരു നൂറ്റാണ്ട് കാലഘട്ടം. ഒരു പക്ഷേ ഈ ടിപ്പുവിൻ്റെ പടയോട്ടം മലബാർ മേഖലയിൽ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു സമകാലിക ചരിത്രം തന്നെ എന്താ പറയണ, ഒരു വലിയ രീതിയിലുള്ളൊരു മാറ്റത്തിന് അതൊരു വിധേയമാകാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നില്ലേ? ഇത് നമ്മൾ ശരിക്കും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നമ്മൾ ഇതിനെ ഒന്ന് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുത്തു നോക്കാം. പാകിസ്ഥാനിൽ എത്ര മുസ്ലിംസ് ഉണ്ട് എന്ന് വെച്ചാൽ 22 കോടി മുസ്ലിംസ് ഉണ്ട്. ബംഗ്ലാദേശിൽ 17 കോടി മുസ്ലിംസ് ഉണ്ട്. ഇന്ത്യയിൽ ഏകദേശം 23-24 കോടിയോളം മുസ്ലിംസ് ഉണ്ട്. ആലോചിച്ച് നോക്കി, ഇത്രയും ജനസംഖ്യ, മുസ്ലിം ജനസംഖ്യ എന്ന് വെച്ചാൽ മുസ്ലിം ജനസംഖ്യ ഇന്റർനാഷണൽ ലെവലിൽ ലോകത്ത് മൊത്തം ഉള്ള ജനസംഖ്യയുടെ എത്രയോ അതിൻ്റെ ഒരു സിംഹഭാഗം എന്ന് പറയുന്നത് പോലെ ഈ ഇന്ത്യയുടെ ഭാഗങ്ങളായിരുന്ന ഈ 2 രാജ്യങ്ങളിലും ഇന്ത്യയിലുമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, ഈ മുസ്ലിം ഇൻവാഷൻ മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യയിലേക്ക് വന്ന കാലം മുതൽ തന്നെ ഇവർ കൃത്യമായിട്ട് ഈ ഖാലിഫേറ്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഇവിടെ ഇസ്ലാമിന്റെ പ്രോഗ്രസിനെ കുറിച്ച് അവർ ചർച്ച ചെയ്തിരുന്നു. ഇങ്ങനെയുള്ള ഒരു ബന്ധപ്പെടൽ സ്ഥിരമായി നടന്നതായിട്ട് ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട്. ഈ മുഗൾ ഭരണാധികാരികളുടെ അടക്കം ഈ ഭരണാധികാരികളെല്ലാം കൃത്യമായ രീതിയിൽ ഇസ്ലാമിനെ ഇവിടെ പരിപോഷിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം കൃത്യമായി ഖാലിഫേറ്റിന്റെ അടുത്ത് എത്തിച്ചതായിട്ടുള്ള വിവരങ്ങൾ ചരിത്രമാണതെല്ലാം. ഇതെല്ലാം ചരിത്രമാണ്. ഇനി ടിപ്പുവിന്റെ കാലത്തേക്ക് നമ്മൾ വരിക. ടിപ്പുവിന്റെ കാലത്തേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ഡൽഹി ബേസ് ചെയ്ത് മുഗൾ ഭരണം നടക്കുന്നു, അത് ഇസ്ലാമാണ്. ഇവിടെ ബംഗാളിൽ നവാബ് ഇസ്ലാമിന്റെ ഭരണത്തിന്റെ ഇതിലാണ്. ഇനി നമുക്ക് ഹൈദരാബാദിലേക്ക് വരാം. നൈസാം ഇസ്ലാമിന്റെ ഇതിലാണ്. അതേ പാരലായിട്ടാണ് മൈസൂരിൽ ഈ ടിപ്പുവിന്റെ ഭരണം. 1751 ടിപ്പു ജനിക്കുന്നു. ഏകദേശം 1798 വരെ ഭരണം നിലനിൽക്കുന്നു. ഹൈദറിന്റെ ടിപ്പുവിന്റെയും കൂടെ. ടിപ്പു 16 വർഷം ഭരിക്കുന്നു. അപ്പോൾ ടിപ്പു ഇസ്ലാമിലേക്ക് ആളുകളെ കൺവേർട്ട് ചെയ്തു എന്ന് പറയുന്നതിൽ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ചെയ്തില്ല എന്ന് പറയാനുള്ള ഒരു ചരിത്രപരമായ യാഥാർത്ഥ്യം അതിൻ്റെ ഉള്ളിൽ ഇല്ല. ടിപ്പു അത് ചെയ്തില്ല എന്ന് പറയുന്ന ഒരു വഴിയുമില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഭാഗങ്ങളെല്ലാം ഏകദേശം ഇന്ത്യ, ഓൾ ഓവർ ഇന്ത്യ, പിന്നെ മറാത്ത ഭാഗത്ത് മാത്രമാണ് പിന്നെ അവർ ഇച്ചിരി ശക്തി ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഏകദേശം ഈ ഒരു ഇസ്ലാമൈസേഷൻ, ഏകദേശം ഇന്ത്യ മുഴുവൻ, നമുക്ക് തന്നെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയെ അന്നത്തെ അവസ്ഥയെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇതേപോലെ ഇസ്ലാമിക് ഇൻഫ്ലുവൻസിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യം ഇതുപോലെ ഹിന്ദു ഭൂരിപക്ഷവും ഉണ്ടാവുകയും ഇങ്ങനെ മാറിപ്പോയത് എന്ന് നമുക്ക് പലപ്പോഴും അത്ഭുതം തോന്നുന്ന രീതിയിലാണ് ഇതിന്റെ ചരിത്രം കിടക്കുന്നത്. നമ്മൾ പറയും ഈ ഹിന്ദുത്വ ശക്തികൾ ഇവിടെ ബ്രിട്ടീഷുകാരെ അനുകൂലിച്ചു എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എന്ന് പറയുന്നത് ഏകദേശം ഭൂരിഭാഗം ഒരു ഇസ്ലാമൈസേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു രാജ്യമായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇങ്ങനെയൊരു സംശയം പലപ്പോഴും പറയുന്നു, ടിപ്പു ആളുകളെ കൺവേർട്ട് ചെയ്തോ, ടിപ്പു രാജ്യത്തിന്റെ മൈസൂരിന്റെ ഒരു റിനോവേഷന് വേണ്ടിയിട്ട് ശ്രമിച്ച ആളെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു കഴമ്പില്ല. കാരണം ഇന്ത്യയിലെ കൺവേർഷൻ വ്യാപകമായി നടന്നു എന്നുള്ളത് ചരിത്രമാണ്. ഇന്ത്യയിലെ ടെമ്പിളുകൾ ഇപ്പം നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിലെ ടെമ്പിളുകൾ അധികമില്ല. സൗത്ത് ഇന്ത്യയിലാണ് ഏറ്റവും ഗ്രേറ്റ് ആയിട്ടുള്ള ടെമ്പിളുകൾ, ആൻഷ്യന്റ് ആയിട്ടുള്ള ടെമ്പിളുകൾ ഉള്ളത്. പിന്നീട് നമ്മൾ വരുമ്പോൾ ഇപ്പോൾ ശ്രീരംഗപട്ടണത്ത് ചില ടെമ്പിളുകളെ ഈ ടിപ്പു സഹായിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നു. ഇതിന് മറ്റൊരു വേർഷൻ ഉള്ളത്, നമുക്ക് ബംഗാളിലെ നവാബ് ഈ ബ്രിട്ടീഷുകാരുമായിട്ട് ഉള്ള യുദ്ധം നടക്കുന്ന
സിറാജുദ്ദൗളയ്ക്ക് 50,000 പട്ടാളക്കാരുമായിട്ട് യുദ്ധത്തിന് ചെല്ലുമ്പം അവിടെ ബ്രിട്ടീഷുകാർക്ക് ആകെ ഉള്ളത് 2,200 ലോക്കലായിട്ടുള്ള പട്ടാളക്കാരും 800 സ്വന്തം പട്ടാളക്കാരും ബ്രിട്ടീഷ് പട്ടാളക്കാരുമാണ്. ഈ 3,000 ആളുകളുമായിട്ടാണ് ഈ 50,000 ആളുകളെ എതിരിടാൻ പോണത്. ഇതിൻ്റെ ഉള്ളിൽ ഈ സിറാജുദ്ദൗളനെ ബ്രിട്ടീഷുകാർ തോപ്പിച്ചു. അങ്ങനെയാണ് ബംഗാൾ പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിറാജുദ്ദൗളയുടെ ആർമിയുടെ ഹെഡിനെ ബ്രിട്ടീഷുകാർ ആയിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടു. യുദ്ധത്തിന്റെ സമയത്ത് ഞാൻ തിരിഞ്ഞു നിൽക്കും, നിങ്ങളുടെ കൂടെ ചേരും. ഫ്രഞ്ചുകാരും ഈ സിറാജുദ്ദൗളയുടെ കൂടെ കൂടി ബ്രിട്ടീഷുകാരെ എതിരാൻ. പക്ഷേ ഈ ആർമിയുടെ ഹെഡ് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ കൂടുന്നു പറഞ്ഞു. അങ്ങനെയാണ് സിറാജുദ്ദൗളനെ തോപ്പിക്കുകയും അവിടെ ബംഗാളിൽ ബ്രിട്ടീഷുകാർ അധികാരത്തിൽ വരുന്നു. പിന്നീട് ഈ ബ്രിട്ടീഷുകാരും ഈ ടിപ്പു സുൽത്താനും തമ്മിൽ ഒരു വടംവലി വരുമ്പോൾ ടിപ്പു സുൽത്താനെ സംബന്ധിച്ച് ടിപ്പു സുൽത്താന്റെ രാജ്യത്തിനുള്ളിലുള്ള ആളുകൾ ബ്രിട്ടീഷുകാരുമായിട്ട്, കാരണം ഓൾറെഡി ഹിന്ദുക്കൾ ബ്രിട്ടീഷുകാരുമായിട്ട് അത്ര വലിയ പ്രശ്നമില്ല, ഈ മുസ്ലിംസിനാണ് പ്രശ്നമുള്ളത്, മുസ്ലിം ഭരണാധികാരികൾ. അപ്പോൾ ഈ ബ്രിട്ടീഷുകാര് സ്വന്തം രാജ്യത്തെ ആളുകളുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഇതേപോലെ ഏർപ്പെടാതിരിക്കാൻ വേണ്ടി സ്വന്തം രാജ്യത്ത് അയാൾ ഈ സംഗതി നടപ്പിലാക്കിയില്ല. മറിച്ച് പിന്നീട് ഈ കൊടക് മേഖല ഏറ്റവും ആദ്യം കൊടകിലാണ് ഇയാൾ ചെയ്യുന്നത്. കൊടക് മേഖലയില് അവിടെയാണ് ഇയാൾ ഈ സംഗതി ചെയ്യുന്നത്. അവിടുത്തെ നിരവധി ഫാമിലികളെ അയാൾ കംപ്ലീറ്റ്ലി ഡിവാസ്റ്റേറ്റ് ചെയ്ത് കളഞ്ഞിട്ട്, നമ്മൾ ഓർക്കണം ഇവര് പണ്ട് മുതലേ ചെയ്യുന്ന ഒരു പരിപാടി, പണ്ട് മുതലേ ചെയ്യുന്ന ഒരു ടാക്സിസ് അവിടെ ചെയ്തു. 7,000-ഓളം മുസ്ലിം ഭവനങ്ങളെ ഫാമിലികളെ അവിടെ കൊണ്ട് പാർപ്പിച്ചു. കാരണം ഇത് അവിടെ മിക്സ് ചെയ്ത് അവിടെ ഒരു കൾച്ചർ അങ്ങനെ ഉണ്ടായി വരാൻ വേണ്ടിയിട്ട്. അവിടുത്തെ സ്ത്രീകളെ അവരെന്ത് ചെയ്തു, അവിടെയുള്ള മുസ്ലിം നേറ്റീവായിട്ടുള്ള ആളുകൾക്ക് കൊടുത്ത് അവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ ഒരു കൺവേർഷന്റെ ഭാഗം അവിടെയുണ്ട്, അയാൾ അവിടെ ചെയ്തിട്ടുണ്ടത്. അത് കഴിഞ്ഞേച്ച് മലബാറിലേക്ക് വരുമ്പോൾ ഇവിടെ കോഴിക്കോടിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഏകദേശം ഇതിനു മുൻപ് ഈ കോഴിക്കോട് വരുന്നതിന് മുന്നേ നമ്മൾ ഒരു കാര്യം കൂടെ പറയണം. ഈ മാംഗ്ലൂരു പ്രദേശം, ഇപ്പോഴത്തെ മാംഗ്ലൂരു ഭാഗത്ത് തീരദേശ മേഖലയിൽ നിന്ന് ഏകദേശം 80,000-ഓളം ക്രൈസ്തവരെ, അതിനുള്ളിൽ 10,000-ഓളം ആളുകൾ രക്ഷപ്പെട്ടു തന്നെ, അതിനുള്ളിൽ 70,000-ഓളം ക്രൈസ്തവരെ ഇയാള് അവിടുന്ന് പിടിച്ചു കെട്ടി ശ്രീരംഗപട്ടണത്തേക്ക് നടത്തി കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. നടത്തി കൊണ്ടുപോകുന്ന വഴിക്ക് ഒരുപാട് ആളുകൾ മരിച്ചു. അവിടെ ചെന്നേച്ചിട്ട് എല്ലാവരെയും കൺവേർട്ട് ചെയ്ത് കളഞ്ഞ ഇയാള്. അങ്ങനെ ഇയാൾ ചെയ്തിട്ടുണ്ട്, ക്രിസ്ത്യാനികളോട് ചെയ്തിട്ടുണ്ട്. ഇത് ഈ വിമർശിക്കുന്ന ആളുകളോട് നമ്മൾ പറയാനുള്ള തെളിവുകളാണ് ഇതെല്ലാം. അത് കഴിഞ്ഞാണ് കോഴിക്കോട് ഭാഗത്തേക്ക് വരുന്നത്. കോഴിക്കോട് ഭാഗത്തേക്ക് വന്നിട്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ 4 ലക്ഷത്തോളം ആളുകളെ കൺവേർട്ട് ചെയ്തതായിട്ട് അയാൾ തന്നെ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞ രേഖകളിൽ, ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് 4 ലക്ഷത്തോളം ആളുകളെ ഒറ്റ ട്രിപ്പിൽ അയാൾ കൺവേർട്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ളത്. അങ്ങനെ ഇതിനുള്ളിൽ നമ്മൾ 2 കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇയാൾ കൺവേർട്ട് ചെയ്തില്ല എന്ന് പറയുന്നതിൽ ചരിത്രപരമായി ഒരു അടിസ്ഥാനവും ഇല്ല. അങ്ങനെ പറയാൻ ഒരു അടിസ്ഥാനവും ഇല്ല ചരിത്രപരമായിട്ട്. 2, ഇയാൾ കൺവേർട്ട് ചെയ്ത് എന്നുള്ളതിന് ഒരുപാട് തെളിവുകളുണ്ട്. കാരണം ഇയാൾ കാഫിർ എന്നാണ് ഇയാളുടെ എഴുത്തുകുത്തുകളിൽ മുഴുവൻ ഹിന്ദുക്കളെ കാഫിറുകൾ എന്നാണ് വിളിച്ചിരുന്നത്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം, ഇയാളുടെ സിവിൽ സർവൻസിന്റെ ഇടയിൽ ഒരു മനുഷ്യൻ പോലും, ഈ ടിപ്പു സുൽത്താന്റെ ഫാദറിന്റെ കാലത്ത് പലരും പറയുന്നുണ്ട് ഹിന്ദുസ് അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്നു എന്ന്. ഇയാളുടെ കാലത്ത് 16 വർഷത്തെ ഭരണത്തിൽ ഇയാളുടെ കാലത്ത് അയാളുടെ സർവീസിൽ ഒരു ഹിന്ദു പോലും ഉണ്ടായിരുന്നില്ല. ഒരു മിനിസ്റ്റർ മാത്രം ഉണ്ടായിരുന്നു. പക്ഷേ സിവിൽ സർവീസിൽ എല്ലാം മുസ്ലിംസ് ആയിരുന്നു. പിന്നെ ബ്രിട്ടീഷുകാർ ഇവരുടെ മിലിറ്ററി അങ്ങനെയുള്ള കുറച്ച് ആളുകളെ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ 26 പേരെ പിടിച്ചപ്പോൾ അതിനുള്ളിൽ ഒരു 6 പേര് മാത്രമായിരുന്നു ഹിന്ദുക്കളിലുണ്ടായിരുന്നു. ബാക്കി എല്ലാം മുസ്ലിംസ് ആയിരുന്നു. ഇനി മറ്റൊരു കാര്യം, ഇയാള് ടാക്സ് ഏർപ്പെടുത്തിയിരുന്നില്ല, ടാക്സ് എക്സംഷൻ കൊടുത്തിരുന്നു, ഒഴിവാക്കിയത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ, അതുപോലെ മുസ്ലിംസിലേക്ക് കൺവേർട്ട് ആയ ആളുകൾക്ക് ടാക്സ് എക്സംഷൻ കൊടുത്തിരുന്ന ഇയാള്. അങ്ങനെയൊക്കെ ഇപ്പോൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മുടെ കുട്ടികൾ, നമ്മുടെ പൂർവികരെ കൊന്ന ഒരാളെ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് വിളിച്ച് പഠിക്കേണ്ട ഒരു സാഹചര്യം സ്കൂളുകളിൽ സൃഷ്ടിക്കപ്പെടുന്നത്. അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ കൃത്യമായി ഒരുപക്ഷെ പരിശോധിക്കേണ്ടതാണത്. കാരണം നമ്മുടെ പൂർവികരെ കൊന്ന ആളുകളെ നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന പേരിൽ പഠിക്കേണ്ട അവസ്ഥ സ്കൂളുകളിൽ സംജാതമാണ്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതായത് ഇത്രത്തോളം വലിയൊരു ക്രൂരതകൾ ചെയ്ത ഒരു വ്യക്തി അല്ലേ, ടിപ്പു സുൽത്താനെ പോലെ ഇത്രത്തോളം ഈ പറയുന്ന ഒരു രാഷ്ട്രീയ അധിനിവേശത്തിന്റെ മറവിൽ ഈ മതപരമായിട്ടുള്ള കൾച്ചറൽ ഇൻവേഷൻ നമുക്കറിയാം. ഇപ്പൊ ഇവര് പറയുന്നു ഈ ബ്രിട്ടീഷുകാർക്കെതിരെയാണ് ഈ വ്യക്തി പോരാടിയത് എന്നത്. പക്ഷേ
ഈ ടിപ്പുവിന്റെ ലക്ഷ്യം ഒരിക്കലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യമായിരുന്നില്ല. ആ പറയുന്ന വ്യക്തിയുടെ ഒരു നാട്ടുരാജ്യത്തിന്റെ ഒരു എക്സ്പാൻഷൻ ആയിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള എക്സ്പാൻഷന്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ് ഇയാൾ കണ്ടെത്തിയത് ഈ നടത്തിയ പടയോട്ടങ്ങളുടെ ഫലമായിട്ടാണ്. അത് ബ്രാഹ്മണ കുടുംബങ്ങൾ, ഹൈന്ദവരുടെ കുടുംബങ്ങൾ, ക്രിസ്ത്യാനികളുടെ കുടുംബങ്ങളൊക്കെ കൊള്ളയടിച്ച് അതിൽ നിന്ന് കിട്ടിയ ഒരു സാമ്പത്തിക സ്രോതസ് ഉപയോഗിച്ചാണ് ഇയാൾ പടക്കോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ നേരത്തെ റോബിൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഈ പറയുന്ന വ്യക്തിയുടെ തന്നെ ലെറ്ററുകൾ, അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ച ലെറ്ററുകളിൽ തന്നെ വ്യക്തമാണ് ഇയാളുടെ ലക്ഷ്യം എന്താണ്. പലതവണ അതിൻ്റെ അകത്ത് ജിഹാദ് പറയുന്നുണ്ട്, ഒപ്പം പറയുന്ന ഈ പറയുന്ന കാഫറുകൾ എന്നൊരു വാക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ജസിയ എന്നൊരു വാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന വ്യക്തിയുടെ, നമുക്കത് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ അറിയാൻ സാധിക്കും, ഈ ടിപ്പു സുൽത്താന്റെ ഈ പബ്ലിക് ഫംഗ്ഷണറീസിന് അദ്ദേഹത്തിന്റെ ഞാൻ പറയാം സെലക്ട് ലെറ്റേഴ്സ് ഓഫ് ടിപ്പു സുൽത്താൻ ടു വേരിയസ് പബ്ലിക് ഫംഗ്ഷണറീസ് എന്ന് പറഞ്ഞൊരു ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു മാനിഫെസ്റ്റോ ഒരു പോർഷൻ ഉണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇയാളുടെ ലക്ഷ്യം എന്താണ്. അതായത് അവിശ്വാസികളായിട്ടുള്ളവരെ കൊന്നൊടുക്കുക, ജസിയ ഏർപ്പെടുത്തുക. അതിനകത്ത് ചില ഈ മൈസൂർ കിങ്ഡത്തിന് പുറത്തുള്ള ചില രാജ്യങ്ങളിലെ ഈ ആർമികൾക്കൊക്കെ ഇയാൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഒരിക്കലും ഈ കാഫറുകളായിട്ടുള്ളവരുടെ കീഴിൽ നിങ്ങൾ നിൽക്കരുത്, വിപ്ലവം ഉണ്ടാക്കുക, പട്ടാള വിപ്ലവം ഉണ്ടാക്കുക എന്നുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ജോർജ്, നമ്മുടെ ഇവരോട് ഈ ചരിത്രരേഖകളെ തള്ളിക്കളയുമ്പോൾ പലപ്പോഴും പറയുന്നത് ഇതൊക്കെ രചിച്ചത് മറ്റുള്ള മതസ്ഥരാണെന്നാണ്. എന്നാൽ ഇതൊന്നുമല്ലാതെ ഹൈദരലിയുടെ കൊട്ടാരത്തിലെ ഒരു നിവാസിയായിരുന്ന അമീർ ഹുസൈൻ അലി ഖാൻ കിർമാണി എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹം 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഒന്ന് ദ റെയിൻ ഓഫ് ദ ടിപ്പു സുൽത്താൻ ആൻഡ് ദ ഹിസ്റ്ററി ഓഫ് ഹൈദരലി. ഈ പറഞ്ഞ 2 പുസ്തകങ്ങളിൽ വളരെ വിശദമായിട്ടുള്ള ഇവരുടെ ഈ പ്ലാനിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ജോർജ് പറഞ്ഞു ഇവരുടെ പ്ലാൻ ഒരിക്കലും ഒരു ഇന്ത്യയുടെ ഒരു സാധനമായിരുന്നില്ല, മറിച്ച് ടിപ്പുവിന് ഫ്രഞ്ചുകാരുമായിട്ട് ആദ്യം മുതൽ തന്നെ വലിയ ബന്ധമുണ്ടായിരുന്നു. അപ്പം ഫ്രഞ്ചുകാർ ശരിക്കും ആ കാലഘട്ടങ്ങളിൽ ഈജിപ്റ്റ് വരെയും അതുപോലെ ആഫ്രിക്ക വരെയുള്ള ആ പ്രദേശങ്ങളെല്ലാം അവർക്ക് വലിയൊരു ആധിപത്യം ഉണ്ടായിരുന്നു. അപ്പോൾ ടിപ്പു ഈ പടയോട്ടം നടത്തി ടിപ്പുവിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാമായിരുന്നോ? വലിയ ലക്ഷ്യം ടിപ്പു ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ അതെ, ടിപ്പുവിന്റെ ലക്ഷ്യം ഇതുവഴി അങ്ങോട്ട് കടന്നുപോയി ഇങ്ങനെ പോയി ഈജിപ്റ്റ് വരെയും പോവുക. അത് ഈ കോസ്റ്റൽ ഏരിയ മുഴുവൻ ബോംബെ തുടങ്ങി അങ്ങനെ അങ്ങ് പോയി അങ്ങോട്ട് ഈജിപ്റ്റ് വരെയും പോവുക. അപ്പോൾ ഫ്രഞ്ച് സേന അവിടുന്ന് ആഫ്രിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു വിശാല സാമ്രാജ്യത്തിന്റെ, അപ്പൊ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ ഒരു സാധാരണക്കാരന്റെ സാധ്യമാണ്, ഇതൊക്കെ അന്നത്തെക്കാൾ സാധ്യം. കാരണം വെച്ചാൽ അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ പോലെ അങ്ങനെ പല രാജാക്കന്മാരുടെയും പടയോട്ടങ്ങൾ കാണുന്നത്. അപ്പം വലിയ ഒരു ബുദ്ധിമാനായിട്ട് അത് മറ്റൊരു പ്രത്യേകത ഇവർക്ക് ഇവരുടെ സേനകളെ വളരെ ഒരു ഈ മോഡേണൈസ് ചെയ്യാൻ. അന്നത്തെ കാലത്ത് ഇതെന്ന് പറയുന്നത് നമ്മൾ കാണുന്നതല്ല, ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ കൃഷിയിടത്തിൽ പോയിട്ട് പണിയെടുക്കും, വൈകുന്നേരം ഇതെന്ന് പറഞ്ഞാൽ ഉടനെ അവർ ഉള്ള വഴുവും മാളും കുന്തമൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പൊ അവർക്കൊരു ചിട്ടയില്ല, അവർക്ക് യാതൊരു പരിചയമില്ല, അത്യാധുനികമായ ആയുധമില്ല. അവിടെയാണ് ടിപ്പുവിന്റെ സേനയുടെ പ്രത്യേകത. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഈ ഫ്രഞ്ചുകാർക്കായിട്ട് ബന്ധപ്പെടുത്തി അന്ന് യൂറോപ്പിൽ നിന്ന് അത്യാധുനികമായ പീരങ്കികൾ വാങ്ങിയെന്നാണ് പറഞ്ഞത്. അതുപോലെ മറ്റുള്ള വെടിക്കോ, പിന്നെ ഇത് പറയുമ്പോൾ തുർക്കിയുടെ സഹായം, ഇങ്ങനെ വലിയ ഖിലാഫറ്റ്, അങ്ങനെ ആ മുസ്ലിങ്ങളുടെ ആ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ വ്യാപനം, ഇതൊക്കെ ടിപ്പുവിന്റെ സ്വപ്നം. അല്ല, ടിപ്പുവിന്റെ സ്വപ്നം ഒരിക്കലും ഒരു ഇന്ത്യയുടെ സാധനമായിരുന്നില്ല. പക്ഷേ ഇതൊന്നും ചരിത്രകാരന്മാരൊന്നും പറയാല്ല. ഇവിടെ ടിപ്പുവിന്റെ തന്നെ കൊട്ടാരത്തിലുള്ള ആൾക്കാർ പറഞ്ഞത് കാരണം മാത്രം അവർക്ക് ഇതൊരിക്കലും നിരസിക്കാൻ സാധിക്കില്ല. പിന്നെ ഇവിടെ മറ്റൊരു വലിയ ക്രൂര പ്രവൃത്തികളുടെ പരമ്പര ഒരുപാട് പറയാനുണ്ട്. ഇവിടെ റോബിൻ പറഞ്ഞ പോലെ തന്നെ ഈ ശ്രീരംഗപട്ടണം സീജ് എന്ന് പറയുന്നത് ശരിക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു കൂട്ട കൊലപാതകമായിരുന്നു. മനസ്സിലാക്കണം, 80,000-ഓളത്തിൽ പരം വരുന്ന ക്രിസ്ത്യാനികളെ അവിടെ അവർ തടവിലാക്കുന്നു. അതിനുശേഷം അവരെ നടത്തിക്കൊണ്ട് പോകുന്നു. ഫോഴ്സ്ഡ് മാർച്ച് എന്നൊക്കെ പറയാം. ഈ ഫോഴ്സ്ഡ് മാർച്ച് സർവേ ആവുന്ന വളരെ കുറച്ച് പേരാ. ഈ പോകുന്ന വഴി ഇവരേക്കുന്ന ക്രൂരമായ പീഡനങ്ങൾ. അപ്പൊ ശരിക്കും ഇന്നും ബാംഗ്ലൂരിലുള്ള ക്രിസ്ത്യാനികളുടെ ആ ഒരു പിന്തലമുറക്കാർ ഈ ഒരു അവസരം കടന്നു പോകുന്നത് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അങ്ങനെയാണ് നമ്മൾ കാണുന്ന ആ ഒരു ഏരിയകൾ മുഴുവനും ഒരു ഡെമോഗ്രാഫിക് ചേഞ്ച് ഉണ്ടാകുന്നത്. കൃത്യമാണത്. അതുകൊണ്ട് പട്കൽ വരെയുണ്ട് ആ ഒരു ദേശങ്ങളിൽ. ഇനി മറ്റൊരു കാര്യം, ഇനി വളരെ രസകരമായ കാര്യം, ഈ രീതിയിലുള്ള കൺവേർട്സ് ഇവരറിയുന്ന ഇവരുടെ എന്നാ പറയുക പൂർവ്വപിതാക്കന്മാരൊന്നും മറ്റു മതസ്ഥരെന്ന് അറിയുന്നില്ല. ഇവരാണ് ഈ സുൽത്താന് വേണ്ടി പോരാടിക്കാൻ തയ്യാറാകുന്നത്. ഇന്നും ആ സംഭവിക്കുന്നത്. ഇന്ന് ഞാൻ ഉപയോഗിക്കുന്ന ഈ പല കെണികളിൽ പെടുത്തി ഇപ്രകാരം ഇവരുടെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന കുട്ടികളെയാണ് ഇവര് ഈ അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഈജിപ്റ്റും ഒക്കെ പോയിട്ട് അവിടെ ബോംബിടാനും അല്ലെങ്കിൽ എന്നാ പറയുക ഈ ചാവറുകളായി മാറാൻ ഉപയോഗിക്കുന്നത്. അവർ അറിയുന്നില്ല അവരുടെ പൂർവ്വപിതാക്കന്മാരായിരുന്നു. ഇതേ ടാക്ടിക്സ് തന്നെ അവർക്ക് അവർക്ക് സുൽത്താനോടും അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഇവരുടെ ആശയങ്ങളോടൊക്കെ ഭയങ്കരമായ തീവ്രതയാണ്. ഈ രീതിയിലുള്ള ടാക്ടിക്സ് ഒക്കെ ഉപയോഗിച്ച വ്യക്തിയെ എങ്ങനെ നമുക്ക് കടുവ അല്ലെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യ സമര സേനാനിയെ മറ്റുള്ളവരുടെ ആ ഒരു ആത്മത്യാഗത്തോടും ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ സാധിക്കില്ല. ഒപ്പം തന്നെ നമുക്ക് ഒരു പ്രത്യേക ഒരു കാര്യം ചൂണ്ടിക്കാണി, 2016 അന്നത്തെ ഈ കോൺഗ്രസ് സർക്കാർ ടിപ്പു ജയന്തി ആഘോഷിക്കാൻ ഒരു തീരുമാനം എടുത്തിരുന്നു. അപ്പൊ അതിനെതിരെ ഈ കർണാടക ഹൈക്കോടതിയിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ അന്നത്തെ കർണാടക ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സുബ്രോ കമാൽ മുഖർജി പറഞ്ഞൊരു ശ്രദ്ധേയമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. വാട്ട് ഈസ് ദി ലോജിക് ബിഹൈൻഡ് സെലിബ്രേറ്റിംഗ് ടിപ്പു ജയന്തി? ടിപ്പു വാസ് നോട്ട് എ ഫ്രീഡം ഫൈറ്റർ ബട്ട് എ monarch who fought
ഫോട്ട് ദി ഒപ്പോണൻസ് ടു സേഫ് ഗാർഡ് ഹിസ് ഇൻട്രസ്റ്റ്. നമ്മൾ ഈ പറഞ്ഞതിന്റെ ഒരു ആകെത്തുക എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഓക്കെ, ഇപ്പൊ ചരിത്ര രേഖകൾ നാം പരാമർശിച്ചു, അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചില പാരമ്പര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട 2 പോയിന്റ് കൂടി പറയാൻ ആഗ്രഹിക്കും. നമുക്ക് ഈ കുന്നംകുളത്ത് ഈ അർത്താറ്റ് പള്ളിയുണ്ട്. അവിടെ നവംബർ 14-15 തീയതികളിൽ ഈ അന്നീത തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. അതിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഈ പള്ളിയിലെ അന്ന് ഉണ്ടായിരുന്ന ടിപ്പുവിന്റെ പടയോട്ട കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന ഒരു വൃദ്ധ വൈദികനെ പള്ളിയുടെ മദ്ബഹയിൽ വെച്ചിട്ട് തലയറുത്ത് ടിപ്പുവിന്റെ പടയാളികൾ കൊന്നു. ഈ വൈദികനെയും ഒപ്പം തന്നെ 19ഓളം പേരെയും ഈ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ വിസമ്മതിച്ച 19ഓളം പേരെയും തൂക്കിക്കൊല്ലുകയാണ് ചെയ്തത്. ഈ വൈദികനെ കഴുത്തറുത്ത് കൊന്നു. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഈ അന്നീത തിരുനാളൊക്കെ ആഘോഷിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പള്ളിപ്പാട്ടൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ടിപ്പു സുൽത്താന്റെ ഒരു പടയോട്ടത്തിന്റെ ക്രൂരതകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ ഈ കർണാടകയിലെ ഈ മാണ്ഡ്യം അയ്യങ്കാർ കമ്മ്യൂണിറ്റി, അവർ 800 വർഷമായിട്ട് ഈ അവരുടെ ഒരു ആഘോഷമായിട്ടുള്ള ദീപാവലി ആഘോഷിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ ടിപ്പുവിന്റെ പടയോട്ട കാലഘട്ടത്തിൽ അവരുടെ ഒരു ദീപാവലി സെലിബ്രേഷൻ ഇടയിലാണ് ഈ ടിപ്പുവിന്റെ പടയാളികൾ വന്ന് ടിപ്പു വന്ന് അവിടെയുള്ള 800ഓളം പേരെ പച്ചയ്ക്ക് അവിടെ കൊന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു നമ്മളൊരു പാരമ്പര്യത്തിന്റെ ഒരു പശ്ചാത്തലം എടുത്ത്, ചില ആചാരങ്ങളുടെ ഒരു പശ്ചാത്തലം എടുത്തു നോക്കുമ്പോഴും ഈ പറയുന്ന ഫോഴ്സ്ഡ് ആയിട്ടുള്ള മതപരിവർത്തനം, ക്രൂരതകളൊക്കെ സാധൂകരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം സാധൂകരിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി പറഞ്ഞു, നമ്മൾ ഈ പറയുന്നതിന്റെ ഒരു നട്ഷല്ലായിട്ട് ഈ പറയുന്ന ടിപ്പുവിന്റെ ഒരു ക്രൂരതകളെ കുറിച്ചുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച ടിപ്പുവിനെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു ഫ്രഞ്ച് സൈനിക ഉദ്യോഗസ്ഥനാണ് ഈ ഫ്രാങ്കോയിസ് റെപ്പോർഡ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ഉദ്യോഗസ്ഥൻ. അയാളുടെ ഒരു ഡയറി കുറിപ്പിൽ ഇങ്ങനെയാണ് പറയുന്നത്: മോസ്റ്റ് ഓഫ് ദി ഹിന്ദു മെൻ ആൻഡ് വുമൺ വെർ ഹാങ്ഡ്. ഫസ്റ്റ് മദേഴ്സ് വെർ ഹാങ്ഡ് വിത്ത് ദെയർ children tied to their necks. That barbarian Tipu Sultan tied the naked Christians and Hindus to the legs of elephants and made the elephants move around till the bodies of the helpless victims were torn to pieces. Temples and churches were ordered to be burned down, desecrated and destroyed. Christian and Hindu women were forced to marry Mohammedans, and similarly their men were forced to marry Mohammedan women after conversion. Christians who refused to be honored with Islam were ordered to be killed by hanging immediately. These events were corroborated by the ഫാദർ ബർത്തലൂമി. നമ്മൾ നേരത്തെ പറഞ്ഞ ഫാദർ ബർത്തലൂമിയും ഈ സെയിം ഇവന്റ് തന്നെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ നമ്മൾ ലാസ്റ്റ് ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ അല്ലെ, ഈ ചരിത്രത്തിന്റെ ഒരു തനി ആവർത്തനം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ഒരു കാലഘട്ടത്തിലും നടക്കുന്നുണ്ട് അല്ലേ. അത് പല മേഖലകളിലുള്ള ഒരു അധിനിവേശ ശ്രമമായിക്കോട്ടെ, കലാ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള അധിനിവേശ ശ്രമമായിക്കോട്ടെ, നമുക്ക് ഈ പറയുന്ന ഭരണകൂടത്തിന്റെ തലത്തിൽ നിന്നുള്ള ഒരു തലത്തിലുള്ള അധിനിവേശം അല്ല നീതി നിഷേധം ആയിക്കോട്ടെ, അതിന്റെ തോത് ഏറിയും കുറഞ്ഞും ഇരിക്കും എന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഈ ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുന്നത് എന്നതിന് ഒറ്റ ഉത്തരമുള്ളൂ: ഈ സമകാലിക സാഹചര്യങ്ങളെ നമ്മളൊരു ജാഗ്രതയോടുകൂടി ഒന്ന് വീക്ഷിക്കുക, ഒരു മുൻകരുതൽ എടുക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടിപ്പു സുൽത്താന്റെ ഒരു ചരിത്രം, ഈ 8 നോമ്പിന്റെ പശ്ചാത്തലമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ചരിത്രം തീർച്ചയായിട്ടും തിരിച്ചറിയാം. മുഖ്യധാര ചരിത്രത്തിന്റെ ചില ഏടുകളിൽ ചില കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ട്. അത് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് ചില ചരിത്രകാരന്മാർ ചില കാര്യങ്ങൾ നമ്മിൽ നിന്നും മറച്ചു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചരിത്രം അറിഞ്ഞെങ്കിൽ മാത്രമേ യഥാർത്ഥമായിട്ടുള്ള ഒരു സമുദായ ബോധത്തിലേക്കും സമുദായിക സ്നേഹത്തിലേക്കും നമുക്ക് തീർച്ചയായിട്ടും വരാൻ സാധിക്കുകയുള്ളൂ. ഒരു രീതിയിൽ പറഞ്ഞാൽ ചരിത്രത്തെ കുറിച്ച് ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ എല്ലാവരെയും ആസച്ച് ഒരു പെയിന്റ് അടിച്ച് ഒരു സ്വാതന്ത്ര്യ സമരത്തിലേക്ക് തള്ളിക്കയറ്റിയ ഒരു പാഠ്യപദ്ധതിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അത് ഇപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആണെങ്കിലും മലബാർ കലാപത്തിന്റെ, കാരണം ഗാന്ധിജിയുടെ ഒരു അദ്ദേഹം ഒരു വിഷണറി ആയതുകൊണ്ട് അവരുടെ ആ അക്രമാസക്തമായ പുള്ളി അത് തന്റെ നോൺ വയലൻസ് ആ രീതിയിലേക്ക് അങ്ങ് മാറ്റി അതിനെ അങ്ങ് എടുത്തു. അദ്ദേഹം ആ പവറിനെയും കൂടെ തന്റെ ഒരു ഇതിലേക്ക് അങ്ങ് എടുത്തു. അതുകൊണ്ട് മലബാർ കലാപം, ആ ഖിലാഫത്ത് പ്രസ്ഥാനം അങ്ങ് വ്യാപിച്ചില്ല. അങ്ങനെ ഗാന്ധിജി അത് ഒതുക്കി കളഞ്ഞു. പക്ഷെ ടിപ്പുവിന്റെ കാര്യത്തിലേക്ക് വരുമ്പം ഇവിടെയുള്ള എല്ലാ മുസ്ലിം ഭരണാധികാരികളും അന്നത്തെ അങ്ങനെ ഒരു ചരിത്രം കൂടെ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കാലത്ത് ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിം ഭരണാധികാരികളും ഒരുമിച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന സാഹചര്യമുണ്ട്. എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ മാത്രം ഇനി അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിലേക്ക് പ്രൊമോട്ട് ചെയ്താൽ മതി എന്നുള്ളൊരു തീരുമാനം വരെ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മൾ ഇന്നത്തെ കാലം വെച്ച് പരിശോധിക്കുമ്പോൾ അന്നും ഇതേ സംഗതികൾ ഇവർ ചെയ്തിരുന്നു എന്നുള്ള ഒരു ചരിത്രം കൂടിയുണ്ട് ഇതിന്റെ പിന്നിൽ. ഒരു പോയിന്റ് പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കും, എന്തുകൊണ്ട് ഈ ഹൈദരലിക്കും ടിപ്പു സുൽത്താനെയും മലബാർ മേഖലയിലേക്ക് പടയോട്ടം നടത്താൻ സാധിച്ചത് എന്നതിനൊരു ഒറ്റ ഉത്തരവുള്ളൂ: അന്നത്തെ നാട്ടുരാജ്യങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ഒരു ഐക്യമില്ലായ്മ. ഒപ്പം തന്നെ ഈ നാട്ടുരാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ചരിത്രം പറയുന്ന ഒരു രാലിയ രാജാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ ചെറിയ സ്വാർത്ഥ താല്പര്യത്തിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഹൈദരലിയുമായിട്ട് കൈകോർക്കുന്നു. അങ്ങനെ പ്രാദേശികമായിട്ടുള്ള സഹായം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് പുറമേ നിന്നുള്ള ഒരു ഫോഴ്സ് ഈ മലബാർ മേഖലയിലേക്കൊക്കെ ഇറങ്ങി തിരിച്ചത്. ഇവിടെ ജോർജ് പറയേണ്ട മറ്റു കാര്യം, ഈ കണ്ണൂർ
ഉണ്ടായിരുന്ന ഒരു ഫാമിലി ഉണ്ടായിരുന്നു, ഈ അറക്കൽ ഫാമിലി. ആ രാജവംശം ശരിക്കും ആ രാജവംശമാണ് ശരിക്കും ടിപ്പുവിന് ഈ ഒരു സഹായമെല്ലാം ചെയ്തു കൊടുത്തത്. അപ്പൊ അവർക്ക് ഈ കോലത്നാട് അല്ലെങ്കിൽ ഈ സാമൂതിരി രാജാവിനോട് ഭയങ്കര ദേഷ്യം വരച്ചിരിക്കും. അപ്പൊ അവർക്ക് ആ ദേശത്ത് നിന്ന് അവര് ടിപ്പുവിനെ വിളിക്കുകയും അങ്ങനെയാണ് ഈ കോഴിക്കോട് ആക്രമിക്കുകയും ചെയ്തത്. ഓക്കെ, ഒരു പോയിന്റ് കൂടി പറയാം. ഈ വെൽ നോൺ മുസ്ലിം ഹിസ്റ്റോറിയനുണ്ട് PS സയ്യിദ് മുഹമ്മദ്. അദ്ദേഹം കേരള മുസ്ലിം ചരിത്രം എഴുതിയൊരു വ്യക്തിയാണ്. അദ്ദേഹം ഈ ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്, വാട്ട് ഹാപ്പൻ ടു കേരള ബിക്കോസ് ഓഫ് ടിപ്പൂസ് ഇൻവേഷൻ റിമെയിൻസ് വൺ ഓഫ് ദി ഇൻവേഷൻ ഓഫ് ചെങ്കിസ് ഖാൻ ആൻഡ് ടിമൂർ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പോൾ ഈ ഹൈന്ദവരായിട്ടുള്ള ചരിത്രകാരന്മാർ മാത്രമല്ല, ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും തീർച്ചയായിട്ടും ഈ ടിപ്പുവിന്റെ ക്രൂരതകളെ കുറിച്ച് എഴുതുന്നുണ്ട്. ഈ പ്രോഗ്രാമിന്റെ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഒരു നിലപാട് ഇതാണ്. 8 നോമ്പ് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങളായിരുന്ന ദേശങ്ങളെ തകർത്തെറിഞ്ഞ ഇസ്ലാമിക അധിനിവേശത്തിനെതിരെയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. തീർച്ചയായിട്ടും കേരളത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലെ ക്രൈസ്തവരായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം 8 നോമ്പിന് വളരെയധികം ഒരു പ്രാധാന്യമുണ്ട്. ടിപ്പുവിൽ നിന്നും ടിപ്പുവിൻ്റെ ക്രൂരന്മാരായിട്ടുള്ള പടയാളികളിൽ നിന്നും തങ്ങളുടെ മാനത്തെ രക്ഷിക്കുവാൻ അവർ എടുത്ത ആ ഒരു നോമ്പും ഉപവാസവും അവർ അതിലൂടെ ആർജിച്ചെടുത്ത ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഊർജം, അതിലൂടെ എങ്ങനെയാണ് ഈ ടിപ്പുവിൻ്റെ പടയാളികളും തോറ്റോടിയത്, പെരിയാറിന്റെ തീരത്ത് നിന്നും തോറ്റോടിയത് എന്നത് ചരിത്രത്തിലെ ഒരു സത്യം തന്നെയാണ്. ഇത് നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ടിപ്പുവിന്റെ പടയോട്ടം അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശങ്ങളെ തകർത്തെറിഞ്ഞ ഇസ്ലാമിക അധിനിവേശം അത് ഇന്നത്തെ കാലഘട്ടത്തിനും ഒരു മുന്നറിയിപ്പ് തീർച്ചയായിട്ടും നൽകുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അതിൻ്റെ തോത് ഏറിയും കുറഞ്ഞും ഇരിക്കും എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. അതിൻ്റെ ഒരു തനി ആവർത്തനങ്ങൾ ഇന്നത്തെ സമകാലിക സാഹചര്യങ്ങളിൽ പല രീതിയിലും ക്രൈസ്തവ സമുദായത്തെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അതിനെതിരെയുള്ള ഒരു ജാഗ്രത മുന്നറിയിപ്പ് തന്നെയാണ് ഈ ചരിത്രത്തിലേക്കുള്ള എത്തിനോട്ടം. നമ്മൾ മുഖ്യധാര ചരിത്രത്തിന്റെ ഏടുകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ചിലരെങ്കിലും മനഃപൂർവ്വം തമസ്കരിക്കാൻ ശ്രമിച്ച ചില സത്യങ്ങളെ തുറന്നു കാട്ടുകയാണ് ഇവിടെ ചെയ്തത്. അതുകൊണ്ട് തന്നെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ ഇല്ലാതെ ചരിത്രത്തെ അവതരിപ്പിക്കുവാൻ ചരിത്രകാരന്മാർക്ക് സാധിക്കട്ടെ. ജാഗ്രതയോടെ ചരിത്രത്തെ നോക്കിക്കണ്ട് അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് സമകാലിക സാഹചര്യങ്ങളെ നേരിടുവാനുള്ള ഒരു ആർജവത്വവും വിവേകവും ഇവിടുത്തെ പൊതുസമൂഹത്തിനും ഉണ്ടാകട്ടെ എന്ന വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.